ജീവനക്കാർക്കിടയിൽ പ്രത്യേക അലവൻസായ DA ചോദ്യചിഹ്നമായി തുടരുന്നു. ഏകദേശം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ക്ഷാമബത്തയിലൂടെ ജീവനക്കാർക്കുണ്ടായത്. 36,057 കോടി രൂപയാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA, DR കുടിശ്ശിക. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മുൻ ധനകാര്യമന്ത്രി കെ ബാലഗോപാൽ ജീവനക്കാർക്ക് ലഭിക്കാനുള്ള DA കുടിശ്ശിക നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കുടിശ്ശികയുള്ള DA 8 ഗഡുക്കളായി 2026-27 സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഇപ്പോഴും ജീവനക്കാർക്ക് DA ലഭ്യമായിട്ടില്ല. ഏകദേശം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ക്ഷാമബത്തയിലൂടെ ജീവനക്കാർക്കുണ്ടായത്. കണക്കുകൾ പ്രകാരം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA, DR കുടിശ്ശിക 36,057 കോടി രൂപയാണ്. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് സർക്കാരിന്റെ മൊത്തം കുടിശ്ശിക ബാധ്യതയായ 48,733 കോടി രൂപയിൽ ഏറ്റവും വലിയ വിഹിതം സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, സർവീസ് പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ക്ഷാമബത്ത കുടിശ്ശികയാണ്. 2021 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെയുള്ള കാലയളവിലെ ക്ഷാമബത്തയുടെയും ക്ഷാമാശ്വാസത്തിന്റെയും മൊത്തം തുക 36,057 കോടി രൂപയാണെന്നാണ് കണക്ക്. 2026 മാർച്ച് 6 സർക്കാർ ഉത്തരവ് പ്രകാരം DA, DR കുടിശ്ശിക 2026-27 സാമ്പത്തിക വർഷം മുതൽ 4 വർഷത്തിനുള്ളിൽ 8 തുല്യ ഗഡുക്കളായി പ്രതിവർഷം 2 ഗഡുക്കൾ വീതം നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. ഇതനുസരിച്ച് 2026-27 സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ 2 ഗഡുക്കൾ നൽകേണ്ടതുണ്ട്. അതിനായി ഏകദേശം 9,014 കോടി രൂപ കണ്ടെത്തേണ്ടി വരും. മൊത്തം കുടിശ്ശികയായ 36,057 കോടി രൂപ ഘട്ടം ഘട്ടമായി നൽകുന്ന രീതിയിലേക്ക് മാറ്റിയതിലൂടെ സർക്കാരിന്റെ ധനഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാത്തിരിപ്പ് വീണ്ടും നീളും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വിലക്കയറ്റം മൂലമുണ്ടാകുന്ന അധിക ചെലവ് പരിഹരിക്കുന്നതിനായി അടിസ്ഥാന ശമ്പളത്തിന് പുറമെ നൽകുന്ന പ്രത്യേക അലവൻസാണ് DA അല്ലെങ്കിൽ ക്ഷാമബത്ത. നിലവിലെ സാഹചര്യത്തിൽ ക്ഷാമബത്ത കുടിശ്ശിക കൊടുത്തു തീർക്കുന്നത് ധനകാര്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ശമ്പളം, പെൻഷൻ, പലിശ, മൂലധന ചെലവ് തുടങ്ങിയ പതിവ് ബാധ്യതകൾക്ക് പുറമെ ഈ കുടിശ്ശികകൾക്കായി അധിക തുക കണ്ടെത്തേണ്ടി വരും. ട്രഷറി ലിക്വിഡിറ്റിയിലും ഭാവി ബജറ്റുകളിലും ഇത് അധിക സമ്മർദ്ദം സൃഷ്ടിക്കും. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ജീവിത ചെലവ്, കുടുംബ ബജറ്റ്, ചികിത്സാ ചെലവ്, വിരമിക്കൽ, ജീവിത സുരക്ഷ എന്നിവയും ഈ കുടിശ്ശിക നേരിട്ട് ബാധിക്കുന്നുണ്ട്. എന്നാൽ ഈ തുക ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശമായതിനാൽ അത് സമയബന്ധിതമായി തീർപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോരുത്തരും. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.